ഇത് 2017 ZXi പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ഇതുവരെ കമ്പനി സർവീസ്. കിലോമീറ്റർ ഏകദേശം ഒരു 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 2008 മോഡൽ G4 ഇന്നോവയാണ്. ഇത് നിലവിൽ ഓണർഷിപ്പ് വരുന്നത് 3ാമത്തെ ഓണർഷിപ്പ് വരുന്നത്. കിലോമീറ്റർ ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 2018 മോഡൽ സെലേറി X എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആട്ടോ വരുന്നത്. ഇത് നിലവിലെ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 2005 മോഡൽ ഇന്നോവയാണ്. 2005 മോഡൽ ഇന്നോവ ഇപ്പോൾ ന്യൂ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്തേക്കാണ്. ഇതിനകത്ത് A to Z വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് 2013 മോഡൽ പുന്തമാണ്. ഡീസൽ വേരിയൻ്റ് ആണ്. കിലോമീറ്റർ 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലത്ത് തന്നെയാണ്. കൊല്ലം ജില്ലയിൽ വഞ്ചിമുക്ക് എന്ന് പറയുന്ന ഭാഗത്താണ്. അതായത് കൊല്ലം കൊട്ടിയത്ത് നിന്നിട്ട് കണ്ണനല്ലൂരൊക്കെ പോകുന്ന റോഡിലോട്ട് പോകുമ്പം വഞ്ചിമുക്ക് എന്ന് പറയുന്ന ഭാഗത്താണ്. കൊട്ടിയത്ത് നിന്നൊരു 1 കിലോമീറ്ററിനകത്തേ ഉള്ളൂ എൻ്റെ ഒരു വിശ്വാസം. അത്ര ദൂരമേ ഉള്ളൂ. അത്യാവശ്യം 1 ലക്ഷം രൂപ മുതൽ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീഡിയോയും എടുക്കാൻ കൊള്ളാവുന്ന നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ഷോപ്പ് കറക്റ്റ് കൊട്ടിയത്തുണ്ടായിരുന്ന ഷോപ്പ് തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുകയാണ്. car.in എന്നാണ് ഇപ്പം കടയുടെ പേരിട്ടേക്കുന്നത്. ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ വന്ന് കിടപ്പുണ്ട്. ഒരുപാട് സ്റ്റോക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പുതിയ ഷോപ്പും പുതിയ ഷോപ്പിൽ പുതിയ സ്റ്റോക്കും എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഹലോ, 2 പേരുണ്ട്. ഒന്ന് ഷെബിനും ഒന്ന് സജിയും അല്ലേ? നിങ്ങൾ 2 പേരും ഷോപ്പല്ലായിരുന്നു കൊട്ടിയത്ത് കിടന്നിരുന്ന ഷോപ്പ്? കൊട്ടിയത്ത് car.com. ഞാനത് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിട്ട് എത്ര ആളായി? 3 മാസം. ഓക്കെ. എങ്ങനെയാണ്, എത്ര രൂപ തൊട്ടൊക്കെ ഉള്ളൊരു വണ്ടിയും എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രൈസിൻ്റെ ഒരു രീതികളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഇവിടെ നിന്ന് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 1 ലക്ഷം തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. നിങ്ങൾ 2 പേരും ഇപ്പോൾ പാർട്ട്ണർഷിപ്പിലല്ലേ? ഞങ്ങൾ 2 പേരും പാർട്ട്ണർഷിപ്പ് ഈ സ്ഥാപനം നടത്തുന്നത്. ഞങ്ങൾ 2 പേരും. അപ്പം പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുന്നതിൻ്റെതായ ഈ ലാഭവിഹിതം എടുക്കുന്നതിൻ്റെ ഇതിൽ ആൾക്കാരിൽ നിന്ന് തോനെ മേടിക്കുക എന്നുള്ള കലാപരിപാടി ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, നഷ്ടത്തിലാണ് കൊടുക്കുന്നത്. നഷ്ടത്തിലാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പം ഏകദേശം എത്ര രൂപ തൊട്ടൊക്കെ നോക്കുന്നത് വണ്ടികൾ നോക്കുന്നത്? നമുക്ക് 1 ലക്ഷം തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഉണ്ട്. എങ്ങനെയാണ് ഒരു ഇപ്പം ലോ കിലോമീറ്റർ ഒക്കെ ഓടിയ ഒരു വണ്ടി എന്ന് പറഞ്ഞ് പറയാൻ പറ്റിയ വണ്ടികൾ കിടപ്പുണ്ടോ? ലോ കിലോമീറ്റർ വണ്ടി കിടപ്പുണ്ടല്ലോ. ഉണ്ട്. ഏകദേശം എത്ര രൂപ വരെയൊക്കെ പോകുന്ന വണ്ടികൾ ഇപ്പം നിലവിൽ നിങ്ങളുടെ സ്റ്റോക്ക് ഉള്ളത്? ഈ കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2021 വണ്ടിയാണ്. ടിയാഗോ അല്ലേ? ടിയാഗോ 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒറ്റ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, നോക്കാം. അതായത് 2017 വണ്ടിയാണ്. 2017 വാഗനർ VXi ആണ്. ഇത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണറാണ്. പിന്നെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു നിലവിൽ കമ്പനി സർവീസാണ്. ഓട്ടോമാറ്റിക് ആണേ. മൈലേജ് എന്ന് പറയുമ്പോൾ ഒരു 14 കിട്ടും. 15-നകത്ത് കിട്ടും. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. എന്താ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. ചോദ്യം 4 ലക്ഷമാണ്. അല്ല, എന്തെങ്കിലും കുറയോ? എന്തെങ്കിലും അഡ്ജസ്റ്റ് നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. വിലയിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. ഇതിനകത്ത് അലോയ് വീൽസ്, പ്രൊജക്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അഡീഷണൽ ആയിട്ട് ചെയ്തല്ലേ? അല്ല, കമ്പനി വരുന്നുണ്ട്. കമ്പനി VXi പ്ലസ് ആണത്. ഇത് 2017 ZXi പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ഇതുവരെ കമ്പനി സർവീസ്. കിലോമീറ്റർ ഏകദേശം ഒരു 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ, കമ്പനി സർവീസ്. നല്ല അലോയ് വീൽസ് കിടപ്പുണ്ട് കേട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് എങ്ങനെയാണ്? ഇതൊരു 13-14 മാക്സിമം, അല്ലെ മാക്സിമം 15-നകത്ത്. പെട്രോൾ തന്നെയല്ലേ? പെട്രോൾ, ഓട്ടോമാറ്റിക്. വണ്ടിക്കകത്ത് കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. അതേപോലെ തന്നെ ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ഡിസ്റ്റൊക്കെ എല്ലാം വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമുക്കൊരു 5.25 ലക്ഷം രൂപയ്ക്കാണ് വണ്ടി കൊടുക്കാം. ലാസ്റ്റ് 5.25 കൊടുക്കാം. വേണം എന്തെങ്കിലും അഡ്ജസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. കസ്റ്റമർ വന്നാൽ 2017 ZXi പ്ലസ് ആണ്. വേറെ എവിടെയും കിട്ടത്തില്ല ഈ വിലയ്ക്ക്. എന്തായാലും ഉറപ്പാണ്. ഓട്ടോമാറ്റിക് ആണ്. അത് ആൾക്കാർ പറയുന്ന പോലെ ഞങ്ങൾ 2 വണ്ടികളുടെ വില ഒരിക്കലും ഇല്ല. ഈ വണ്ടിയുടെ കാര്യത്തിൽ ഒട്ടുമില്ല. ഉറപ്പാണ്. ഇത് 2017 വണ്ടി തന്നെ. ഇത് 2017 തന്നെയാണ്. ZXi പ്ലസ് ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ ഓടുന്ന വണ്ടിയാണ്.
എനിക്ക് വന്ന് ഏകദേശം കിലോമീറ്റർ 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞ കണക്ക് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീല്, ഓട്ടോമാറ്റിക് AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ജെന്യൂൻ കിലോമീറ്റർ, കമ്പനി ഹിസ്റ്ററി ഉള്ള സ്പെയർ കീ, സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. 2 കീയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ടോപ്പ് വേരിയന്റ് ആണോ? ഏറ്റവും ടോപ്പ് ZXi പ്ലസ് ആണ്. ബാക്ക് AC ഇതിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ബട്ടണൊക്കെ വരുന്ന മോഡലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഇതിനും എല്ലാം വരുന്നുണ്ട്. ലെതർ സീറ്റ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, മിറർ ഫോൾഡിങ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കാ മാനുവലാ? ഇത് മാനുവൽ, മറ്റേത് ഓട്ടോമാറ്റിക്. ഇതിനും മൈലേജ് അതേ മൈലേജ് കുറച്ചുകൂടെ കിട്ടും. ഇതൊരു 16-17 മൈലേജ് എന്തായാലും റേഞ്ച് വരും. പ്രൊജക്ട് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമ്മൾ 5.25. ഈ നേരത്തെ 5.25 ഏതാ? മറ്റേ വണ്ടി അല്ല, അത് ഞാൻ ലാസ്റ്റ് റേറ്റിന് കൊടുക്കാന്ന് പറഞ്ഞു. 5.25. ചോദ്യം 5.25. അപ്പൊ അതിനും താഴും. ഓക്കെ. ഇത് 2018 മോഡലാണ്. 2018 V വരുന്ന ഓപ്ഷനാണ്. ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണറിൽ നിൽക്കുന്നതാണ്. ഇത് മാനുവൽ വണ്ടിയാണ്. ഇത് ഈ പറയുന്ന ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ്. നിലവിൽ ഇതുവരെയും കമ്പനി സർവീസാണ്. പെട്രോൾ വേരിയൻ്റാണ് വരുന്നത് കേട്ടോ. പെട്രോൾ. മൈലേജ് ഒരു 15-നകത്ത് നോക്കിയാൽ മതി. പെട്രോൾ വണ്ടിയല്ലേ. പിന്നെ എക്സ്ട്രാ അതിനകത്തൊരു ആൻഡ്രോയിഡ് സിസ്റ്റം എല്ലാം ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, അലോയ് വീൽസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു പ്രൊജക്ട് ലൈറ്റ് ഇത് ചെയ്തിട്ടുണ്ട്. കമ്പനി വരുന്നതല്ല, എക്സ്ട്രാ കസ്റ്റമർ ചെയ്തേക്കുക. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല. ഈ റീപ്ലേസ് ഇല്ലെന്ന് പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമർ തിരക്കി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ഷോറൂമിൽ കൊണ്ട് കാണിക്കാനുള്ള ഫെസിലിറ്റി നമ്മൾ കൊടുക്കും. അതുകൊണ്ടാണ് എടുത്തു വെച്ചത്. കാരണം ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ ആയിരിക്കും. ഇല്ല, നമ്മൾ വിളിക്കുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞേ കൊടുക്കത്തുള്ളൂ. നിലവിൽ എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ പറയും. എത്ര ചോദ്യം? ഇത് 2018 വണ്ടിയാണ്. നമുക്കിതൊരു 6.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 18 വണ്ടി, ഹോണ്ട സിറ്റി, 6.25 ലക്ഷം രൂപ. കൊല്ലം വണ്ടി, ഫാൻസി നമ്പർ, 43,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ. ഇത് 2021 മോഡൽ വണ്ടിയാണ്. ഇത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ്. ടാറ്റ ടിയാഗോ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എന്തോ ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ലോ കിലോമീറ്റർ ആണ്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 16,000 ഓടിയ ടയറാണോ അത്? 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഇച്ചിരി അലൈൻമെന്റ് വല്ല മറികടക്കാണോ? തേഞ്ഞു പോയേക്കുന്നു? അല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസ്റ്റമറുടെ വീട് ചെറിയ കുന്നും മലയൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ്. കമ്പനി വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതും ടോപ്പ് വേരിയന്റ് ആണോ? ഏറ്റവും ടോപ്പ് വേരിയന്റ് അത്. വണ്ടിക്കാകൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതൊക്കെ ഡുവൽ ടോൺ രീതിയിലാണ്. 2021. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, ആക്സിഡന്റ് ഒന്നുമില്ല. അലോയ് വീൽസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല അലോയ് വീൽസ് ഒക്കെയാണ്. ഫോർഡ് പവർ വിൻഡോ. എത്ര ചോദ്യം? എല്ലാം വരുന്നുണ്ട്. പെട്രോൾ വണ്ടിയാണ്. മൈലേജ് 15. മൈലേജ് അതിൽ കൂടുതലുണ്ട്. മൈലേജ് ഉണ്ട്. ഇത് ന്യൂ ഷേപ്പാണ് വരുന്നത്. എത്ര ചോദ്യം? 4.25 നമ്മൾ ചോദിക്കുന്നത്. ഇത് 2019 മോഡൽ വണ്ടിയാണ്, വാഗണർ. ഇത് 1 ലിറ്ററാണ് വരുന്നത്. ഓണർഷിപ്പ് നിലവിൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വരുന്നത്. നിലവിൽ കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. സർവീസ് ബുക്ക്, സ്പെയർ കീ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന് ബ്ലാക്ക് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ. കേട്ടില്ല? അത് കസ്റ്റമർ തന്നെ ഒട്ടിച്ചിരിക്കുക. അത് അഴിച്ചു കളയേണ്ടി വരുമോ? അത് കസ്റ്റമർ ഇഷ്ടം. അഴിച്ചു മാറ്റണമെങ്കിൽ നമ്മൾ അഴിച്ചു മാറ്റി കൊടുക്കാം. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? കേട്ടില്ല? ചോദ്യം എത്രയാ? നമ്മൾ ചോദിക്കുന്നത് 4.5 ആണ്. 4.5 കുറയോ? എന്തെങ്കിലും മാറ്റം ചെയ്ത് നമുക്ക് കൊടുക്കാം. നമ്മൾ പിന്നെ ഇവിടുന്ന് എടുക്കുന്ന മിക്കവാറുള്ള വണ്ടിക്കെല്ലാം 3 മാസം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എഞ്ചിൻ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 3 മാസം എല്ലാ വണ്ടിക്കുണ്ടോ? അതോ ഇല്ല, മോഡൽ കൂടിയ വണ്ടിക്കൊക്കെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എന്നാലും മാക്സിമം നമ്മൾ നോക്കും. ഇത് 2008 മോഡൽ G4 ഇന്നോവയാണ്. ഇത് നിലവിൽ ഓണർഷിപ്പ് വരുന്നത് 3ാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്. കിലോമീറ്റർ ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ കമ്പനി സർവീസ് അല്ല, പുറത്തെ സർവീസൊക്കെ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. അത് നമ്മൾ തന്നെ മാറിയതേ. ജസ്റ്റ് ചെറുതായിട്ട് പൊട്ടിയിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലാതെ മാറിയതാണ്? അല്ലാതെ നമ്മൾ തന്നെ മാറിയതാണ്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടിക്കാകോ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയർ കുറച്ച് മോശമുണ്ട്, അതേ ഉള്ളൂ.
വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയാണ്. വണ്ടിക്കകമൊക്കെ നല്ല ആ വൃത്തിയാണ്. വണ്ടി നീറ്റാണ്. വണ്ടി വേറെ കുഴപ്പവും കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. അല്ല ഇത്രയും വർഷമായെങ്കിലേ ആ വണ്ടി അത്യാവശ്യം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തുരുമ്പൊന്നുമില്ല. കാരണം ഇവിടെയൊക്കെ നോക്കിയാലും അറിയാം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. ആ രീതിയിൽ തുരുമ്പ് അങ്ങനെയൊന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ തന്നെ നോക്കിയാലും തുരുമ്പ് പ്രശ്നങ്ങളൊന്നുമില്ല. റീപെയിൻറ്റ് കയറിയിട്ടുണ്ടോ? പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. 2008 അല്ലേ, എന്തായാലും പെയിൻറ്റിങ് എന്തായാലും കാണും. പുട്ടിയിട്ട് അടിച്ച് കയറ്റി അങ്ങനെയുള്ള പരിപാടി ഇല്ല അങ്ങനെ ആക്സിഡൻറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നോർമലി ടച്ച് ആകുമ്പോൾ ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന 3 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 3.5. ഇതിന് ലോൺ കിട്ടത്തില്ലല്ലോ? ലോൺ കിട്ടത്തില്ല. 2007 2008 ആണ്. 8 തേർഡ് ഓണർഷിപ്പ്, 2 ലക്ഷം കിലോമീറ്റർ. നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ബുക്ക്, സ്പെയർ കീ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ഒറിജിനൽ കാറിലല്ലേ? ഒറിജിനൽ അല്ല, അതർ സ്റ്റേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 5-6 വർഷത്തോളം ആയിട്ടുണ്ട് ഇവിടെ. ഫാൻസി നമ്പറാണ്, 34 ആണ്. ഇത് 2014 മോഡൽ വണ്ടിയാണ്. 14 മോഡൽ VXi ആണ്. ഇത് നിലവിൽ കിലോമീറ്റർ ഓടിയേക്കുന്നത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിനകത്ത് വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി സർവീസാണ്. ജെനുവിൻ ഓട്ടോ ഒക്കെയാണ്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. ഇത് ഡീസലോ പെട്രോളാ? ഇത് പെട്രോളാണ്. പെട്രോൾ VXi ആണ്. വണ്ടിക്കകം ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. 2014 മോഡൽ. വൃത്തിയായിട്ടുള്ളൊരു സീറ്റ് കവറുണ്ട്. അതേപോലെ ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. മറ്റ് പാകപ്പഴകളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഫോർഡോ പവറിൻ്റെ ആണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ല. ബാക്ക് സൈഡ് നോക്കിയാലും സീറ്റ് കവേഴ്സൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്ക് വരുമ്പോൾ 3.5 ലക്ഷം രൂപ വരും. 2014 VXi വണ്ടി. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് ടയർ കുറച്ച് മോശമുണ്ട്. അതേപോലെ ഫ്രണ്ട് ടയർ നല്ല ടയറാണ് കിടക്കുന്നത്. ബാക്ക് ടയർ മാറി കൊടുക്കുമോ? ബാക്ക് ടയർ മാറി കൊടുക്കാം. ഇത് മുട്ടയാണ്, മാറിത്തരും. ഇത് 2020 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് വേരിയൻ്റ് ആണ്. കിലോമീറ്റർ ഓടിയേക്കുന്നത് 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ വാറണ്ടി കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ടയേഴ്സൊക്കെ രണ്ടാമത് മാറിയ ടയറാണ് കിടക്കുന്നത്. ഇതെങ്ങനെ വേരിയൻ്റ് ഏതാ? കേട്ടില്ല. സെക്കൻഡ് വേരിയൻ്റ് ആണ് വരുന്നത്. സെക്കൻഡ് വേരിയൻ്റ്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇത് വെച്ചല്ലേ? അഡീഷണൽ വെച്ചല്ലേ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ? ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിനകത്ത് വരുന്നതാണോ? സീറ്റ് കവേഴ്സ് ചെയ്യില്ല. അല്ലാതെ പ്രൊജക്ട് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 7 സീറ്റ് ആണ്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 4.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഇത് ഇറങ്ങിയപ്പോൾ എന്തോ കാണും? കേട്ടില്ല. ഇറങ്ങിയ സമയത്ത് എന്തോ കാണും? ഇത് എനിക്ക് തോന്നുന്നു ഒരു 7-8 ലക്ഷം രൂപ പുറത്ത് കാണും. 7 സീറ്റ് വണ്ടിയല്ലേ? റീപ്ലേസ് റെനോൾട്ടിന് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. എന്ത് ഓടിയിട്ടുണ്ട്? 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? കേട്ടില്ല. 4.5. മൈലേജ് എന്താണ്? മൈലേജ് ഏകദേശം ഇതിന് അത്യാവശ്യമുണ്ട്. 1 ലിറ്റർ ആണ്ടായി വരുന്നത്. ഒരു 18 ആ റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. ഇത് 2013 മോഡൽ പുന്തമാണ്. ഡീസൽ വേരിയൻ്റ് ആണ്. കിലോമീറ്റർ 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. പിന്നെ എക്സ്ട്രാ ഇത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്, സ്പോയിലർ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ ഒക്കെ ഇത് വരുന്ന ഇൻബിൽട്ടാണ്. ഡൈനാമിക് എന്ന് പറയുന്ന വേരിയൻ്റ് ഇത് വരുന്നത്. ഇത് മൈലേജ് എന്താണ്? ഇത് മൈലേജ് ഒരു 10-20 മൈലേജ് കിട്ടും. ഡീസലാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഇത്രയും പഴക്കമൊക്കെ ഉണ്ടെങ്കിൽ ടയർ മോശമാണ്. ടയർ നല്ല ടയറല്ലേ കിടക്കുന്നത്? ബാക്ക് മോശമാണ്. അലോയ് വീൽസ് എക്സ്ട്രാ ചെയ്തിരിക്കുക അതിനകത്ത്. സ്പോയിലർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്കൊരു 1,50,000 രൂപയ്ക്ക് കൊടുക്കാം. 1.50 കുറയോ? 1.50 കൊടുക്കുക. നമ്മളല്ല, കസ്റ്റമർ വണ്ടിയാണിത്. പാർക്കാൻ സെയിലാണ്. പുള്ളി പറഞ്ഞേക്കുന്ന വിലയാണ്. പുള്ളിക്കാരന് ആ റേറ്റ് കിട്ടണം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ആ റേറ്റ്. ഇത് 2016 മോഡൽ VXi സ്വിഫ്റ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. നിലവിൽ 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെയാണ്. നിലവിൽ വണ്ടി കുറച്ച് വർക്കുകളുണ്ട്. ഇന്നലെ ഇത് പർച്ചേസ് ചെയ്തതേ ഉള്ളൂ. നിലവിൽ ഈ കണ്ടീഷനിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അല്ല പണിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഈ കണ്ടീഷൻ എടുത്താൽ കുറച്ച് ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റും. വിലയിൽ അത്യാവശ്യം നല്ല വ്യത്യാസം വരും. അത്യാവശ്യം നല്ല മാർജിനിൽ കൊടുക്കാൻ പറ്റും നമുക്ക്. VXi ആണ്. സിംഗിൾ ഓണറാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷേ 4 ബ്രാൻഡ് ന്യൂ ടയർ കിടപ്പുണ്ട്. പിന്നെ ബോണറ്റ് ഭാഗമൊക്കെ ഇങ്ങനെ അത് കസ്റ്റമർ വീട്ടിൽ മൂടി ഇട്ടിരുന്നതാണ്. അത് ഈ ടാറപ്പ വന്ന് ഇട്ടട്ടെ എൻ്റെ പെയിൻ്റ് എല്ലാം കൂടെ ഇളകി പോയതാണ്. വണ്ടി ഇന്നലെ പർച്ചേസ് ചെയ്തേ ഉള്ളൂ. ഇപ്പം നാളെ ഇപ്പോൾ വണ്ടി പെയിൻറ്റിങ്ങിനായിട്ട് കൊടുക്കും. നിലവിൽ കസ്റ്റമർ വല്ലതും ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ വിലയ്ക്ക് കൊടുക്കാം.
കൊടുക്കാം. എത്ര നിലവിൽ 4 ലക്ഷം രൂപ വണ്ടിക്ക് ലോൺ കയറും. നമുക്ക് വേണമെങ്കിൽ ഒരു 3.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടി. 3.4. 2016 സിംഗിൾ ഓണർ 50,000 കിലോമീറ്റർ വേണ്ടി 4 ലക്ഷം രൂപ ലോൺ കിട്ടും വണ്ടിക്ക്. ഒരു 10-25 രൂപ മുടക്കിയാൽ വണ്ടി പെയിന്റ് ചെയ്ത് കിട്ടും. വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ വാറണ്ടി വേണമെങ്കിൽ ഒരു 3 മാസം നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഇപ്പൊ ഈ കിടക്കുന്ന ഈ പാച്ച് വർക്ക് സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കൂ, അതോ ഈ നിലവിലുള്ള വണ്ടി ഈ നിലവിലുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത്. അതല്ല ഈ വർക്കൊക്കെ തീർത്ത് തരികയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസിനകത്ത് വ്യത്യാസം വരും. ആ പണിക്കൂലിയും കൂടി അതും കൂടെ കയറി വരും. അപ്പോൾ നിലവിൽ വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഇന്നലെ എടുത്തതേ ഉള്ളൂ. നിലവിലെ കണ്ടീഷൻ ഈ ഡെൻറ്റിങ് കാര്യങ്ങൾ പെയിൻറ്റിങ് എല്ലാം ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രൈസ് നമുക്ക് കുറച്ച് കൊടുക്കാം. 2016 വണ്ടി 3.4 ലക്ഷം രൂപയ്ക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? സിംഗിൾ ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ. ഇത് 2010 മോഡൽ വണ്ടിയാണ്, ക്രൂസ്. ഇത് നിലവിൽ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പാണ്. ഇത് നമ്മളെയല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇതൊരു 2 വർഷം മുമ്പേ പുള്ളിക്കാരൻ നമ്മൾ തന്നെ കൊടുത്തതാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെന്നൊരു ഈ ക്ലാസ് ബെൻസ് എടുത്തതുകൊണ്ട് ഇത് വീണ്ടും ഇവിടെ വന്നതാണ്. നിലവിൽ അത്യാവശ്യം നല്ല വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 18-ൻ്റെ അലോയ് വീൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള സർവീസ് എല്ലാം പക്കായിട്ടാണ് ചെയ്തേക്കുന്നത്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നും ഇല്ല. ബാക്ക് സൈഡൊക്കെ ആണെങ്കിലും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഹെഡ്ലൈറ്റ് ഒക്കെ ആഫ്റ്റർ മാർക്കറ്റാണ് ചെയ്തേക്കുന്നത്. ലൈറ്റ് ഓണായിട്ട് കിട്ടും. അലോയ് വീൽസ് എല്ലാം പ്രത്യേകം. അലോയ് വീൽസ് 18-ൻ്റെ അലോയ് വീൽസാണ് കിടക്കുന്നത്. ഇത് ഊരി തന്നെ കൊടുത്താൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-80,000 രൂപ കിട്ടും. ഹെഡ്ലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റാണ് ചെയ്തേക്കുന്നത്. അതും അത്യാവശ്യം നല്ല റേറ്റിന് മേടിച്ചിട്ടാണ്. എത്ര ചോദ്യം? ഇതിപ്പോൾ അങ്ങനെ ചോദ്യം എന്ന് പറഞ്ഞാൽ അവൻ അത്യാവശ്യം നല്ല റേറ്റ് ആയതാണ് വണ്ടിക്ക്. അതുകൊണ്ട് മാക്സിമം വില കിട്ടത്തക്ക രീതിയിൽ ചോദിക്കുന്നത് 2,35,000 കിട്ടിയാൽ കൊടുക്കാം. അത് വേണം. 2,35,000 കിട്ടിയാൽ മാക്സിമം കൊടുക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് വണ്ടികൾ വേറെ കിടപ്പുണ്ട് വില കുറച്ച്. കസ്റ്റമർ ചിലപ്പോൾ കാണുമ്പോൾ ഈ വില കൂടുതലാണല്ലോ എന്ന് പറയും. പക്ഷേ നമുക്ക് മാക്സിമം ഇതിനകത്ത് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് ആ റേറ്റിന് കൊടുക്കാൻ ഇപ്പം നിർവാഹമുള്ളൂ. എന്നാലും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കാം. അല്ല, ഇതിന് റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി 3 മാസം വരെ വാറണ്ടിയും കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇത് ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ചെയ്തതാണ്. ഞാൻ പറഞ്ഞില്ല, അവൻ കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് നിലവിൽ കൊടുക്കാൻ വേണ്ടി പണിഞ്ഞതല്ല. ഈ ബെൻസ് വന്നതുകൊണ്ട് അവൻ കൊടുത്തതാണ്. ഓക്കെ, ഇത് മൈലേജ് എന്ത് കിട്ടും? മൈലേജ് 12 കൂട്ടിയാൽ മതി. അത്രയും മതി. ഡീസൽ 18-ൻ്റെ വീല് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇത് 2018 മോഡൽ സെലേറി എക്സ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആട്ടോ വരുന്നത്. ഇത് നിലവിൽ കിലോമീറ്റർ ഓടിയേക്കുന്നത് 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ്. നിലവിൽ കമ്പനി സർവീസാണ് ഇതുവരെ. സ്പെയർ കീ, സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പെട്രോൾ വേരിയൻറ്റ് VXi വരുന്നുണ്ട്. കുഴപ്പമില്ല. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കൊല്ലം വണ്ടിയാണ്. ഇത് എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റ് വരുന്നതുകൊണ്ടാണ് ഈ ഇതൊക്കെ വരുന്നത്. സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. റൂഫ് റൈൽ വരുന്നുണ്ട്. നോർമൽ സെലേറിക്ക് അത് വരത്തില്ല. ബ്ലാക്ക് വരുന്നതൊക്കെ അല്ലേ? ഇന്റീരിയറൊക്കെ ബ്ലാക്ക് ആയിരിക്കും വരുന്നത്. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. നിലവിൽ ഇതുവരെ എല്ലാം കമ്പനി സർവീസാണ്. ഓക്കെ, എത്ര ചോദ്യം? നമുക്കിതൊരു 3.25 ലക്ഷം രൂപ കൊടുക്കും. 3.25. 2018 വണ്ടി സെലേറി എക്സ് 4 ലക്ഷം രൂപയ്ക്കകത്ത് ലോൺ കിട്ടും വണ്ടിക്ക്. ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. ഇത് 2018 മോഡൽ വണ്ടിയാണ്. 18 വാഗണർ ഓട്ടോമാറ്റിക് ആണ്. VXi ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങൾ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഇടിച്ചു മാറിയതാണോ? അല്ലാതെ മാറിയേക്കാണ്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം എല്ലാം സെപ്പറേറ്റ് കസ്റ്റമർ ചെയ്തിരിക്കുകയാണ്. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ആംബ്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ആംബ്രസ്റ്റ് എവിടെ ചെയ്തേക്കുന്നു? സെൻട്രലുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ്. അത് അരിച്ചു വെച്ചേക്കുന്നു. നോക്കി ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓട്ടോമാറ്റിക് ആണ്. 15-ന് താഴെ മൈലേജ്. നല്ല വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ചോദ്യം? നമുക്ക് 4 ലക്ഷം രൂപ വരും. 4 ലക്ഷം. ഓട്ടോമാറ്റിക് 2018. നമുക്കൊരു 3.5 ലക്ഷം രൂപ പുറത്ത് ലോണും കിട്ടും. ഇത് 2012 മോഡലാണ്. 2012 മോഡൽ LXi ആണ്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസാണ്. ആൾട്ടോ LXi ആണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം. സീറ്റ് കവർ നിലവിൽ ഈ ഒരു സീറ്റ് കവറേ ഉള്ളൂ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. ഡ്രൈവർ സൈഡ് അല്ലാത്ത പക്ഷം വണ്ടി 2012 മോഡൽ LXi ആണ്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് എളുപ്പമുണ്ട്. എത്ര ചോദ്യം? 1.60. എന്തെങ്കിലുമൊക്കെ കുറയുമോ? മാരുതി 800 ആണ്. ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തിയേ കൊടുക്കാനുള്ളൂ ഇതിനകത്ത്. ഇത് 2018 മോഡലാണ്. ഓണർഷിപ്പ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ്.
കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മാഗ്ന പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ് വരുന്നത്. നിലവിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ പക്ക ജെന്യൂൻ കിലോമീറ്റർ ആണ്. ടയേഴ്സ് ബാക്ക് ടയർ പുത്തൻ ടയറല്ലേ? ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ മേജർ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ പറഞ്ഞ 3 മാസത്തെ വാറണ്ടി കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പം നിങ്ങൾ ഈ ഏറ്റവും പുതിയ വണ്ടിക്കുന്ന മാത്രമല്ല ഒരുവിധം എല്ലാ വണ്ടിക്കും നമുക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം വണ്ടി നോക്കിയാൽ നമ്മൾ എടുക്കത്തുള്ളൂ. ഈ 3 മാസത്തിനിടയ്ക്ക് എൻജിൻ സംബന്ധമായിട്ട് എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമ്മളെ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 60,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സ്പെയർ കീ, സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. എത്ര ചോദ്യം? നമുക്കൊരു 2,65,000 കൊടുത്തേക്കാം. 2018 വണ്ടി 2,65,000 കൊടുത്തേക്കാം. 2.5 ലക്ഷം ലോണും കിട്ടും. ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം തീർച്ചയായിട്ടും. 2,65,000 നീ ചോദിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ബാർഗനിങ് ഉണ്ടാവുമല്ലോ. വലിയ ബാർഗനിങ് ഇല്ല, മാക്സിമം ഞാൻ കുറച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പൊതുവേ കച്ചവടം കുറവാണ്. അതുകൊണ്ട് ഈ വണ്ടികളെല്ലാം കൂടെ പിടിച്ചിട്ട് കാര്യമില്ല. ഇറങ്ങിപ്പോലെ അടുത്ത സ്റ്റോക്ക് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് 2005 മോഡൽ ഇന്നോവയാണ്. 2005 മോഡൽ ഇന്നോവ ഇപ്പോൾ ന്യൂ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്തേക്കാണ്. ഇതിനകത്ത് A to Z വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. വർക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലൈൻസ് ഉള്ളത് ഷേപ്പ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കംപ്ലൈൻസ് എൻജിൻ സംബന്ധമായിട്ട് കംപ്ലൈൻസ് ഒന്നുമില്ല. പിന്നെ കുറച്ച് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ പാച്ച് വർക്ക് ചെയ്തു. ഇതിൽ കിടക്കുന്ന എല്ലാം ടൊയോട്ടയുടെ ജെന്യൂൻ പാർട്സ് ഇതിൽ കിടക്കുന്നത്. പിന്നെ സീറ്റ് കവർ തന്നെ സ്റ്റാൻലിയുടെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. അതല്ല ഇൻറ്റീരിയറെല്ലാം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്, പിന്നെ ടോപ്പ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നിലവിൽ ഇതുവരെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന കസ്റ്റമർക്ക് വേറെ പൈസ ചിലവൊന്നുമില്ല. പിന്നെ ബാക്കിലോട്ട് വരുവാന്നുണ്ടെങ്കിൽ ടൈൽ ലാമ്പ് ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ് ചെയ്തിട്ടുണ്ടേ. അതാണ് ജസ്റ്റ് ഒന്ന്. ഈ വണ്ടി എന്ത് ഓടിയിട്ടുണ്ട്? ഇത് നിലവിൽ ഓടിയേക്കുന്നത് 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2.5. ഇത് കേരള വണ്ടി തന്നെയാണോ? കേരള വണ്ടിയാണ്. ബാക്ക് ടൈൽ ലാമ്പ് ലേറ്റസ്റ്റ് മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്ത് ചോദ്യം? ഇത് നമ്മളൊരു 3.25 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. കാര്യം നിലവിൽ ഇത്രയും വർക്കുകൾ വണ്ടി ചെയ്തേക്കുന്നത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പാടാണ്. പിന്നെ അതൊരു മോഹവില എന്ന് പറഞ്ഞ വേണമെങ്കിൽ എടുക്കാം. ഇത് ഏത് വർഷമായിരുന്നു? 2005 മോഡലാണ്. നമ്മൾ നേരത്തെ 2008 മോഡൽ വണ്ടിയുടെ കാര്യം പറഞ്ഞു. അത് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വിലയ്ക്കകത്ത് വ്യത്യാസമുണ്ട്. പക്ഷേ വണ്ടിക്കകത്ത് അതിന് വേണ്ടിയുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇത് കൺവേർട്ട് ചെയ്തേക്കാണ് ന്യൂ ഷേപ്പിലോട്ട്. മറ്റേത് പഴയ ഷേപ്പാണേ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. നമ്മുടെ സ്ഥാപനം കറക്റ്റ് എവിടെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പക്ഷേ എന്നാലും കറക്റ്റായിട്ട് ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവാൻ വേണ്ടി ഒന്ന് വ്യക്തമാക്കിയോ? നമ്മളെ സ്ഥാപനം വരുന്നതെന്ന് പറഞ്ഞാൽ കൊട്ടിയത്തുനിന്ന് ലെഫ്റ്റാണ്, അതായത് കണ്ണനല്ലൂർ റൂട്ടിലാണ്. വഞ്ചിമുക്കാണ് സ്ഥലത്തിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു കൊട്ടിയത്തുനിന്ന് ഒരു 200 മീറ്റർ ഫ്രണ്ടിലോട്ട് വരണമെന്ന് തോന്നുന്നു. ലെഫ്റ്റ് സൈഡ്. ഞാൻ 1 കിലോമീറ്റർ അകത്തുനിന്നുള്ളതാണ് പറഞ്ഞത്. കുഴപ്പമില്ല, 200-300 മീറ്റർ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാർഡ്.in എന്നാണ് പേര്. ഓക്കെ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടൈപ്പ് ഒരു വിലയൊക്കെയാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അന്നും ഇവരുടെ മറ്റേ car.com എന്ന് പറയുന്ന കൊട്ടിയത്തെ വീഡിയോയ്ക്ക് ഞാൻ ചെയ്യുമ്പോഴും അത്യാവശ്യം പോസിറ്റീവ് കമൻസൊക്കെ തന്നെയാണ് നിങ്ങൾ തന്നിട്ടുള്ളത്. അപ്പം ആ രീതിയിൽ നീ വില പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെയാണ് വില പറഞ്ഞേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കമൻറ്റായിട്ട് പറയുക, ഇത് കറക്റ്റ് വിലയും കാര്യങ്ങളൊക്കെയാണോ പുള്ളി പറഞ്ഞത്, നിങ്ങൾക്ക് ഉപകരിക്കുന്ന വീഡിയോയും വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണോ എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.